എല്ലാ കാലാവസ്ഥയിലും നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. പ്രത്യേകിച്ച് തണുപ്പ് കാലാവസ്ഥയിലും ചൂട് കാലാവസ്ഥയിലും പല പല ക്രീമുകളാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കാറുള്ളത്. രണ്ട് കാലാവസ്ഥയിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ മുടങ്ങാതെ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് രണ്ട് കാലാവസ്ഥയിലും തണുപ്പ് കാലാവസ്ഥയിലും ചൂട് കാലാവസ്ഥയിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഈ ക്രീം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന പല പ്രോബ്ലവും പരിഹാരമാണ്. അതായത് മുഖത്തെ പാടുകളൊക്കെ മാറ്റാനായിട്ട് സാധിക്കുകയും പുറത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇത് തയ്യാറാക്കി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ കടകളിൽ പോയിട്ട് തണുപ്പ് സമയത്ത് അതിൻ്റേതായിട്ടുള്ള ക്രീമുകൾ, ചൂട് സമയത്ത് സൺ പ്രൊട്ടക്റ്റ് ക്രീമൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ വലിയ വിലയാണ് നമ്മളെല്ലാവരും കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം തന്നെ വരികയില്ല. നിങ്ങളുടെ വീട്ടിൽ അലോവേറ ജെല്ലും സെറവും ഗ്ലിസറും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ക്രീം തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെ നിങ്ങളുടെ സ്കിന്നിന് എഫക്റ്റ് കിട്ടുകയും സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയും അതുമൂലം നിങ്ങളുടെ മുഖത്തുണ്ടായ പാടുകളും ഒക്കെ പൂർണ്ണമായി മാറ്റാനായിട്ടും പിന്നെ കൂടാതെ സ്കിൻ നല്ല നിറം നൽകാനായിട്ടും സാധിക്കുന്ന ഒരു സ്കിഡിലൻ സംഭവമാണ്. ഇതിനകത്ത് ഞാൻ ഗ്ലിസർ ഉപയോഗിക്കുന്നുണ്ട്, സെറം യൂസ് ചെയ്യുന്നുണ്ട്. സെറം ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ സെറത്തെക്കുറിച്ച് ഞാനൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സെറം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെ വില കൂടിയ സെറം ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറഞ്ഞ ഒരു സെറം മേടിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിന്നിന് അത് യൂസ് ആകും എങ്കിൽ മാത്രമേ നിങ്ങൾ വലിയ വില കൊടുത്തിട്ട് സെറം മേടിക്കാവുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് കേൾക്കേണ്ടതാണ്. കാരണം നമ്മൾ വലിയ വില കൊടുത്തിട്ട് നമ്മുടെ സ്കിന്നിന് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അലർജി വരുമ്പോൾ അത് മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന സെറം നല്ല നാച്ചുറൽ സെറം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വൈറ്റമിൻ സി സെറം നാച്ചുറൽ, അതായത് നാച്ചുറലായിട്ടുള്ള സെറം ആണെങ്കിൽ നമുക്ക് ഫേസിന് ഒരു രീതിയിലും ദോഷം വരുന്നില്ല. പല പല ഫ്ലേവറിലെ സെറംസ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് പലമാതിരി റിയാക്ഷനൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് സെറം നോർമൽ സെറമാണ്. പിന്നെ ഗ്ലിസർ എന്ന് പറയുന്നത്, ഗ്ലിസർ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുകയും ഡെഡായ സ്കിന്നിനെ റിമൂവ് ആക്കി കളയാനായിട്ട് ഗ്ലിസർ വളരെയധികം എഫക്റ്റ് നൽകുന്നുണ്ട്. പിന്നെ അലോവേറ ജെല്ലിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വിശദമാക്കണ്ടല്ലോ. ആയുർവേദിക്കിൽ തന്നെ ആയാലും പാർലർ പരമായിട്ടാണെങ്കിലും അലോവേറ ജെല്ല് വളരെയധികം മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറം തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഈ 3 സംഭവം കൂടി ചേരുവാണെങ്കിലോ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നിങ്ങൾ വലിയ വില കൊടുത്ത് മേടിക്കേണ്ട സ്കിൻ പ്രൊട്ടക്ഷൻ ക്രീമിനെക്കാട്ടിലും എഫക്റ്റ് നൽകുന്ന ഒരു സംഭവം നിങ്ങൾക്ക് സ്വന്തമായി തയ്യാറാക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. 2 സാധനങ്ങൾ: ഗ്ലിസർ ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. പിന്നെ അലോവേറ ജെല്ല് വേണം. വൈറ്റമിൻ സി സെറം എന്നിവയാണ് നമുക്ക് വേണ്ടത്. വൈറ്റമിൻ സി സെറം നമുക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഗ്ലിസറും വേറെ കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. അലോവേറ നാച്ചുറൽ അലോവേറ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലുള്ള ഡപ്പയിൽ വരുന്ന അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബൗളും കൂടി വേണം. ഞാനങ്ങനെ 2 സ്പൂൺ അലോവേറ ജെല്ല് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 ഡ്രോപ്പ് ഗ്ലിസറും കൂടി ചേർത്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 ഡ്രോപ്പ് നമ്മൾ ഗ്ലിസറും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കാം. ഇനി നമുക്ക് വൈറ്റമിൻ സി സെറമാണ് വേണ്ടത്. ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ ആമസോൺ വഴിയാണ് മേടിച്ചത്. റേറ്റ് എന്ന് പറയുന്നത് ഒരു 1000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. എനിക്കിത് ഓഫറിൽ കിട്ടിയ ഒരു സംഭവമാണ്.
ഇത് ഓഫറിൽ എനിക്ക് കിട്ടിയത് 300 സംതിങ് രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ നാൾ ഉപയോഗിക്കാവുന്നതുമാണ്. എനിക്കിത് ഉപയോഗിച്ചിട്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് പിമ്പിൾസും ഒന്നും വന്നിട്ടൊന്നുമില്ല. നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറമാണ്. പിന്നെ ഇതിലേക്ക് 10 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇത് മിക്സ് ചെയ്യാം, നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. കാരണം ഇത് അങ്ങും ഇങ്ങുമായിട്ട് കിടക്കുന്ന എല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ആവണം. നേരത്തെ ചേർത്ത ഗ്ലിസറും ഇതും കൂടി നല്ല രീതിയിലൊന്ന് ജോയിൻ്റ് ആവണം. ഇപ്പോൾ ഈ ഒരു ടിന്നിനകത്തോട്ടാണ്, നേരത്തെ ഒരു ക്രീം ഉപയോഗിച്ച ഒരു ടിന്നിനകത്തോട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത്. ഇത് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യമുണ്ട്, തണുത്തത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും കൂടി ചെയ്യും. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ കൈകളിൽ ഇട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പറയാം നിങ്ങളോട്. ഇപ്പോൾ എൻ്റെ എടുക്കുക, ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് ഇറക്കി കൊടുക്കുക. ഇത് റെഗുലർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം വരും. സ്കിന്ന് നല്ല ഗ്ലോ ആവുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിനകത്ത് പാടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ഫേസിലിടുമ്പോൾ മുകളിലോട്ടേ തടയിക്കൂടാവുള്ളൂ. എൻ്റെ കൈകളുടെ ആ ഒരു നിറവ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതും തമ്മിൽ നോക്ക്, പകല് വ്യത്യാസം കണ്ടോ? ഇത് നമ്മുടെ സ്കിന്നിൽ നല്ല എഫക്റ്റ് നൽകും നിങ്ങൾക്ക്. ബാക്കി ഇത് നമുക്ക് ബൗളിൽ വെച്ച് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് തയ്യാറാക്കിയെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ. നല്ല മണമാണ്. നമ്മൾ പുറത്തു നിന്ന് മേടിക്കുന്ന ആ ഒരു ക്രീമിൻ്റെ സ്മെല്ല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു മറുപടി എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയണം. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും എന്നോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.